ഇനി നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള പിൻവീൽ പൊറോട്ടയാണ് കാണാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ചെറുപയർ പരിപ്പ്, തൊലിയില്ലാത്ത ചെറുപയർ പരിപ്പ്, അതുപോലെ ബീട്രൂട്ട് നന്നായിട്ട് വേവിക്കുക. നന്നായിട്ട് വേവിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക. ഞാനിവിടെ സ്വീറ്റ് കോൺ ആണ് ആദ്യം എടുത്തിരിക്കുന്നത്. സ്വീറ്റ് കോൺ നന്നായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള വേറെ വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. ഞാനിവിടെ കുറച്ച് ക്യാപ്സിക്കം ആണ് ആഡ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഗ്രീൻ കളറിലെ ക്യാപ്സിക്കം ഉള്ളൂ, അതുകൊണ്ട് ഞാനിപ്പം അതാണ് ആഡ് ചെയ്തു. അതുകൂടെ ഒന്ന് ചോപ്പ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ആ ഒരു കൂട്ടെടുത്ത് നന്നായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കുക. അത് കുറച്ച് ഗോതമ്പ് പൊടി എടുക്കുക, ഉപ്പിടുക, ഈ മിക്സ് ഇടുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ തൂക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അത് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ കുറച്ച് ഗ്രേറ്റഡ് പനീർ എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് കുറച്ച് പനീർ. അതിന് പനീർ ഇല്ലെങ്കിൽ നിങ്ങൾക്കതിന് പകരം ഉരുളക്കിഴങ്ങ് എടുത്താലും മതി. അതിലേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റ് ഇട്ടതിന് ശേഷം നേരത്തെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ആ സ്വീറ്റ് കോണും അതുപോലെ തന്നെ ക്യാപ്സിക്കത്തിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഈ ഒരു കൂട്ടിലേക്ക് ഇടുക. അതിന് ശേഷം നമ്മൾ കുറച്ച് സാൾട്ട് ഇട്ട് കൊടുക്കുക. സാൾട്ട് ഇട്ടതിന് ശേഷം കുട്ടികൾക്ക് ആവശ്യമായ സ്പൈസസ് ഇടുക. ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടിയും ഇച്ചിരി മുളക് പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. ഒറിഗാനോ ഇഷ്ടമുള്ള കുട്ടികൾക്കാണെങ്കിൽ ഈ ഒരു ടൈമിൽ കുറച്ച് ഒറിഗാനോ കൂടി ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ചീസൊക്കെ കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ ചീസും ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്ര ഐറ്റംസ് ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 2-3 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇത് റെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ നേരത്തെ നമ്മൾ ഇതുപോലെ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതെടുത്ത് നമ്മൾ നല്ല വലിയൊരു ചപ്പാത്തി തന്നെ ഉണ്ടാക്കുക. അതിലേക്ക് നമ്മൾ ഈ ഒരു കൂട്ട് നന്നായിട്ട് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് നമ്മൾ റോൾ ചെയ്യുക. പൊട്ടിയൊന്നും പോകത്തില്ല, പൊട്ടിപ്പോവാത്ത രീതിയിൽ നന്നായിട്ട് റോൾ ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്തതിന് ശേഷം അത് കൊച്ചു സ്മാൾ പീസസ് ആക്കി വേണം കട്ട് ചെയ്യാൻ. പീസസായി കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കൈ വെച്ച് ജസ്റ്റ് അതൊന്ന് പ്രസ് ചെയ്യുക. ഇങ്ങനെ ഓവറായിട്ട് പ്രസ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. പ്രസ് ചെയ്തതിന് ശേഷം നല്ല ചൂടുള്ള തവയിലേക്ക് ഈ പൊറോട്ട എടുത്ത് വെക്കുക. പൊറോട്ട എടുത്ത് വെച്ചതിന് ശേഷം അതിന് മുകളിലൂടെ നെയ്യ് ഇഷ്ടമുള്ള കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് ഗീ അതിൻ്റെ മുകളിലൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തിരിച്ച് മറിച്ച് വിട്ട് നല്ല 2 ഭാഗവും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. നമുക്ക് വളരെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള പൊറോട്ട തയ്യാറായി.